വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആവശ്യങ്ങളെ വിവര ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ പിക്ചേഴ്സ്. കേട്ടോ, എന്താണ് ഈ ഡേറ്റ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിവര ചിത്രങ്ങൾ എന്താണ്? നമുക്ക് ഈ ഇപ്പം ഞാൻ പറയാം 5 കാറ് എനിക്കുണ്ടെന്ന് വെച്ചു. എന്താ നിങ്ങളെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്ക് 5 കാറുണ്ടെന്ന് പറ്റും. അപ്പം ഞാനതിൽ ഡേറ്റാ വിവരങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടാണ്ട് 5 കാറ് ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം എനിക്ക് 5 കാറ്, ഇത് കാറാണെന്നങ്ങ് വിചാരിക്കണേ, ഒന്നും തോന്നല്ലേ, ഞാനൊരു ഇത് കാണിച്ചതാണ്. കണ്ടോ, ഇങ്ങനെ 5 കാറ് പിന്നെ ഇങ്ങനെ പടം വരച്ച് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിവര ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ പിക്ചർ. എന്താ നിങ്ങളെ ഈ 5 കാറെന്ന് ഞാൻ പടം വരച്ച് കാണിക്കത്തില്ലേ, അതിനെയാണ് എന്താ പറയുന്നത്, വിവര ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ പിക്ചേഴ്സ്. മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പടം വരച്ച് കേട്ടോ പിക്ചർ കാണിച്ചിട്ട് പറയുന്നതിനെ എന്താ നിങ്ങളെ ഡേറ്റ പിക്ചർ അല്ലെങ്കിൽ വിവര ചിത്രങ്ങൾ. ഓക്കെ ആണോ? ഇതേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഒക്കെ നോക്കിക്കോണോ നിങ്ങളെ, ടെസ്റ്റ് മലയാളം മീഡിയത്തിൻ്റെ കേട്ടോ. നോക്കിക്കേ, ഒരു വീട്ടിലെ ഒരു മാസത്തെ പലതരം ചിലവുകൾ മൊത്തം ചിലവിൻ്റെ ശതമാനമായി കണക്ക് കൂട്ടിയ പട്ടികയാണ് ഇത്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ നമ്മുടെ ഇനം എന്ന് വെച്ചാൽ ഐറ്റം. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ കുഞ്ഞുങ്ങളെ, ഐറ്റവും കൊടുത്തിട്ടുണ്ട് എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. നോക്കണേ, ഇവിടെ എന്താ ഐറ്റം, ഇവിടെ എമൗണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന് നോക്കിയേ, ഭക്ഷണം അതായത് ഫുഡ് 35%, ആരോഗ്യം ഹെൽത്ത് 25%, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം 20%, അതുപോലെ തന്നെ അതേഴ്സ് എന്താ എക്സ്പെൻസ് അല്ലേ, മറ്റ് ചിലവുകൾ 15%, സമ്പാദ്യം സേവിങ്സ് ഒരു 5%. ഇത്രയാണ് ഫസ്റ്റ് പേജ് തന്നിരിക്കുന്നത്. കണ്ടോ? ഇനി ഇതിനകത്ത് നമ്മളോട് പറഞ്ഞ എന്താവും നിങ്ങളെ, ഇത്തരം വിവരങ്ങളെ ചതുര ചിത്രമായിട്ട് വരയ്ക്കുന്നത് 5ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ടായിരുന്നോ? 5ാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ, അതോ കോവിഡ് ആയിരുന്നോ? അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇതിലെ ചതുര ചിത്രങ്ങൾ നമ്മൾ ബാർ ഗ്രാഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബാർ ഗ്രാഫ് ഗ്രാഫാണിത് കേട്ടോ. ഇതിനെന്താ പറയുന്നത്, ഗ്രാഫ് എന്നാ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഓരോന്നിനെക്കുറിച്ചും. അതായത് ഇത് നോക്കൂ നിങ്ങളെ, ഈ പേഴ്സൻറ്റേജ് എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പേഴ്സൻറ്റേജുകളെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 360 വരുന്നത്. അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം എന്താ, നമ്മൾ കുറേ പഠിച്ചതാണ്. എന്താ ഇപ്പം 35% എന്നാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താ നിങ്ങളെ, 35/100 എന്നാന്ന് നിങ്ങൾക്കറിയാമല്ലോ, സംശയമൊന്നുമില്ല, നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് തരുന്നെങ്കിൽ ഇതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിക്കൂടാ നിങ്ങളെ, നമ്മൾ പഠിച്ചല്ലേ പേഴ്സൻറ്റേജ്, ശതമാനം എന്ന് പറയുന്ന പാഠത്തിൽ. അപ്പോൾ 35%, 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 35/100 എന്നാണെന്നറിയാം. ഇനി ഇങ്ങനെ ഇട്ട് നമ്മൾ ചെയ്യേണ്ട, ഇതിനെ ഏറ്റവും സിമ്പിളസ്റ്റ് അല്ലേ ലോവസ്റ്റ് ഫോമിലോട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാം, 35ഉം 100ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്? എത്ര കുഞ്ഞുങ്ങളെ, 7 5 35 അല്ലേ, 7 5 35, 25 100. അപ്പോൾ 7/7 5 35 പിന്നെ 25 100 ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 7/20 വെച്ച് ചെയ്യാം, കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ടിട്ട് ചെയ്യാം. മനസ്സിലായോ? 35%. ഇവിടെ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ എന്തിനാന്ന് നോക്കിക്കേ, നമുക്ക് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പക്ഷെ ബാർ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, എളുപ്പമാവും നിങ്ങളെ. ഇവിടെ നമ്മളോട് ഉണ്ട്, നിങ്ങൾ ഈ താഴെ കണ്ടോ, താഴെ എന്താണോ നമുക്ക് ഇനം തന്നിരിക്കുന്നത് അത് എഴുതുക. നമ്മൾ എഴുതുമ്പോഴേ ചുമ്മാതെ ചാടിക്കേറി അങ്ങ് എഴുതി വെക്കരുത്. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ വേണം എഴുതാൻ. ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ വൃത്തിക്കാണ് സത്യം പറഞ്ഞാൽ മാർക്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പോരാ നിങ്ങളെ. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേണേൽ ഒരുപാട് ഞാനിപ്പോൾ ഒറ്റയടിക്ക് ചാപ്റ്റർ തീർക്കാം. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ, ചതുരത്തിൻ്റെ ഗ്രാഫാണ് അല്ലേ, ബാർ ഗ്രാഫ് എന്ന് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെയും 2 തന്നെ എടുക്കണം, ഇതിൻ്റെയും 2 തന്നെ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സ്കെയിലിൽ എടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോഴേ ഇതിന് എത്രയാണോ നീളം എടുത്തത് അത് തന്നെ ഇതിനും എടുക്കണം, അത് തന്നെ ഇതിനും എടുക്കണം. അല്ലാതെ ഇത് നീളം എന്താ വീതിയിൽ ഒരുമാതിരി എന്താ മത്തങ്ങ പോലെ ഇരുന്നിട്ട് ഇത് ഓരോ കുമ്പളങ്ങയും അങ്ങനെ ഓരോന്നിൻ്റെയും കൂട്ടൊന്നും ഇരിക്കരുത്. എല്ലാത്തിനും കറക്റ്റായ വീതി
നീളം അതിൻ്റെ ഇതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് നീളത്തിന് വേരിയേഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പക്ഷേ വീതി എല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. ഗ്രാഫിനെ കുറിച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇത് വൈ, ഇത് എക്സ് ആണെന്നും അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എക്സും വൈയും ആണ് ഗ്രാഫിൻ്റെ അല്ലേ, ഒറിജിനോ ഇതൊക്കെ പോട്ടെ. അപ്പം ഇതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതിൻ്റെ വീതി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെല്ലാം 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതല്ല നിങ്ങൾ ഇതിൻ്റെ വീതി 2 ആണെങ്കിൽ ഇതും എല്ലാം 2 എടുത്തോണം കേട്ടോ. അല്ലാതെ ഓരോന്നും ഓരോ രീതി എഴുതില്ല എൻ്റെ പൊന്നു മക്കളെ. നോക്കിയേ, ആദ്യം കൊടുത്തിരിക്കുന്ന നോക്കിയേ ഭക്ഷണം. അത് പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് ഈ മേപ്പോട്ടുള്ള നിങ്ങൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇത് ഞാൻ പറഞ്ഞ രീതി ഭക്ഷണം, ആരോഗ്യം, ഇതൊക്കെ ഈ 5 എണ്ണമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് 5 എണ്ണവും നമ്മൾ എഴുതി ആണല്ലോ. ഇനി നിങ്ങൾ ഈ മേപ്പോട്ട് തരുന്നതിൻ്റെ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്, എമൗണ്ട് അല്ലേ, എമൗണ്ട് 35, 25, 20, 55, ഇതിനകത്തിലെല്ലാം 5 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 0 ആണ് നിങ്ങൾ. ഈ കോർണർ ഭാഗം 0 ആണ്. ഒരു ഗ്രാഫിൻ്റെ ഇവിടെ 0. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ എളുപ്പത്തിന് ഇപ്പോൾ 1, 2, 3, 4 എന്ന് മേപ്പോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എടുക്കും. ഇപ്പോൾ നമുക്ക് 35 ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് മേളിൽ പോകും അല്ലേ. അത്രയൊന്നും നമ്മുടെ പേപ്പറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, ഇവിടെ 5, 10, 15, 20 എന്നും പറഞ്ഞ് കൊടുക്കണം. ആ കൊടുക്കുന്നതും ഈ പറഞ്ഞ കാര്യം പോലെ നമ്മൾ ഇവിടെ സ്കെയിലിൽ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ ഇവിടെ എടുക്കുന്നെങ്കിൽ അത് എല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ. നിങ്ങൾ 7-ലായതല്ലോ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. ഇവിടെ എത്രയാണോ എടുക്കുന്നത്, ഓരോ സെൻറ്റിമീറ്റർ എടുക്കുന്നെങ്കിൽ അതും എല്ലാം ഒരേ രീതിയിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് എടുക്കണം കേട്ടോ. ഇവിടെ അതുപോലെ നിങ്ങൾ ഇതിൻ്റെ വീതിയുടെ കാര്യമാണ് നിങ്ങളെ ഞാൻ പറഞ്ഞത്. നീളം ഒരുപോലെയാണെന്നല്ലേ പറഞ്ഞത്. വീതി നിങ്ങൾ എത്രയാണോ ആദ്യത്തേതിൻ്റെ എടുക്കുന്നത് അത് തന്നെ എല്ലാത്തിനും അത് തന്നെ എടുക്കണം കേട്ടോ. ഇവിടെ അതുപോലെ നമ്മൾ സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എല്ലാം ഓരോ സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇനിയല്ല 2, 4, 6, 8, 10 എന്നാണ് മേപ്പോട്ട് എഴുതുന്നതെങ്കിൽ അതും കറക്റ്റായിട്ട് കേട്ടോ. കുത്തുകൾ കറക്റ്റായ മെഷറിലായിരിക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? എല്ലാം കറക്റ്റായിട്ടായിരിക്കണം. ഇനി നമ്മളുടെ ഫസ്റ്റ് പറഞ്ഞ എന്താ കുഞ്ഞുങ്ങളെ, ഭക്ഷണം 35%. നിങ്ങളുടെ ഒന്നാമത്തെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാ. എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? അറിയാമായിരുന്നോ? അപ്പം നോക്കിക്കേ, നമുക്ക് എത്ര ഭക്ഷണം പറഞ്ഞത് 35%. അപ്പം ഇതിനകത്ത് നോക്കിയേ 35 താണ്ട് ഇവിടെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ വരെ വരയ്ക്കണം കേട്ടോ. 35%, 35% ആണ് ഇവിടെ വന്നത് അല്ലേ. ഇവിടെ ഓക്കെ. ഹെൽത്ത്, ആരോഗ്യം നോക്കിയേ 25. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് വന്നതെന്നുണ്ട് 25 എന്നുള്ളതാണ് ഇവിടെ കണ്ടോ. 25%. ആദ്യമായിട്ട് ഗ്രാഫ് വരയ്ക്കുന്നവർക്ക് ഇത് ഡൗട്ടായിരിക്കും. അതുകൊണ്ടാണ്. വിദ്യാഭ്യാസം കണ്ടോ. വിദ്യാഭ്യാസത്തിൻ്റെ എത്ര നിങ്ങളെ 20%. നമ്മൾ ആ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് എടുത്തിട്ട് 20% വിദ്യാഭ്യാസം. അടുത്തൊക്കെ മറ്റ് വേറെ ഇത് മാത്രമല്ലല്ലോ, ഓരോ മാസത്തെയും ചിലവല്ലയോ. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ ഒരു കല്യാണമോ ഒരു പാല് കാച്ചോ എന്ത് വേണമെങ്കിലും ആവാമല്ലോ നിങ്ങളെ. അപ്പോൾ മറ്റ് ചിലവുകളും ഉണ്ട് അല്ലേ ഓരോ മാസവും. അതെത്ര നിങ്ങളെ 15% അല്ലേ. 15% ആണ് മറ്റ് ചിലവുകൾ അല്ലേ. പിന്നെ അതേഴ്സ് അല്ലേ. ഇനി സമ്പാദ്യം, സേവിങ്സ്. അത് പിന്നെ എഴുതേണ്ട കാര്യമില്ലായിരിക്കും അല്ലേ, കാരണം അങ്ങനെയൊന്നും നമുക്ക് ഇല്ലല്ലോ അല്ലേ. നോക്കൂ നിങ്ങളെ 5 ആണ് അല്ലേ. 5 എല്ലാം കഴിഞ്ഞിട്ട് 5% സമ്പാദ്യം. മനസ്സിലായോ? ഞാനിത് എഴുതിയേക്കുന്നുണ്ട് ഇവിടെ സമ്പാദ്യം. ഇത് വലുതായിട്ട് ഞാൻ നിങ്ങൾക്ക് മൊബൈലിലല്ലേ നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ എഴുതണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഒരെണ്ണയെ പഠിപ്പിക്കുന്നുള്ളതിൽ അത് പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇത് ബാർഗ്രാഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ചതുരം കേട്ടോ. ഈ ചതുരത്തിൻ്റെ മെഷർ കറക്റ്റായിട്ട് അറിയണം എന്നതാണ് ഇതിൻ്റെ ആദ്യത്തേത്. എന്ന് വെച്ചാൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ഇതിൻ്റെ വീതിയാണെങ്കിൽ നീളമല്ല, വീതി എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം വീതി എന്തായിരിക്കണം 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മേപ്പോട്ട് എടുക്കുന്നത് 0-ൽ വേണം തുടങ്ങാൻ. ഒന്നുകിൽ 5, 10, 15 എങ്ങനെയാണോ നമ്മൾ 5-ലാ തുടങ്ങി 5, 10, 15, 20, 25 എന്ന് വേണേൽ എഴുതാം. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ് എഴുതാം. 3, 6, 9, 15 എന്ന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ ഈ കറക്റ്റായ മെഷർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ 3 കേട്ടോ. ഈ കുത്തുകൾ നിങ്ങൾ സ്കെയിലിൽ അളന്ന് കറക്റ്റായ രീതി, ഇപ്പോൾ ആദ്യത്തെ എത്രയാണോ എടുക്കുന്നത് അത്രയും മെഷർ, അത്രയും അളവ് തന്നെ. ഇപ്പോൾ 2 ആണ് നിങ്ങളിവിടെ 2 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തെന്ന് വെച്ചോ, ആ 2 തന്നെ ആയിരിക്കണം അടുത്തത്, ആ 2 തന്നെ ആയിരിക്കണം അടുത്തത്. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? അപ്പോൾ ഇത് ഒരു ബാർഗ്രാഫ് അല്ലെങ്കിൽ എന്താ പേര്, ചതുരചിത്രം അല്ലേ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അപ്പുറത്തെ പേജ് നോക്കിക്കേ. ഇതാണ്ടേ
ഈ ചിത്രത്തിൽ നിന്നും പല ഇനങ്ങളിലെ ചിലവുകളുടെ ഏറ്റക്കുറച്ചിലുകൾ പെട്ടെന്ന് നമുക്ക് കാണാം. എന്നാൽ ഓരോ ഇനത്തിലും ചിലവഴിച്ചത് മൊത്തം ചിലവിൻ്റെ ഏകദേശം എത്ര ഭാഗമാണെന്നോ ഓരോ ചിലവും മറ്റൊന്നിൻ്റെ ഏകദേശം എത്ര മടങ്ങോ ഭാഗമോ ആണെന്നോ നോട്ടം കൊണ്ട് മാത്രം പറയാൻ നമുക്ക് കഴിയില്ല. പറ്റുമോ? ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ? നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് ഇങ്ങനെ നോക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ഇതിപ്പോൾ ഞാൻ മുകളിൽ എഴുതിയോണ്ട് നമുക്കറിയാം. ഇപ്പോൾ പെട്ടെന്ന് ഇത് എത്രയാണെന്ന് ഞാൻ മുകളിൽ എഴുതിയത് കൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതിപ്പോൾ 3 4 ഉള്ളത് കൊണ്ടാവും നിങ്ങൾ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഒരുപാട് സാധനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീണ്ട ഗ്രാഫായിരിക്കും, ഒത്തിരിയും കാണും അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഇത് തപ്പിയെടുക്കുന്നത് പാടായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വിവരങ്ങൾ മറ്റൊരു രീതിയിൽ വരച്ചു നോക്കുക. ഇതിനൊരു എളുപ്പ വഴി ഞാൻ പറയാം നിങ്ങളെ. ഇത് പൈ ചാർട്ടാണ്. എന്താ നിങ്ങളെ, മറ്റേത് ബാർ ഗ്രാഫ് ആയിരുന്നു അല്ലേ, ചതുരചിത്രം. ഇതെന്താണ്? പൈ ചാർട്ടാണ്. ഈ പൈ ചാർട്ട് എന്ന് വെച്ചാൽ എന്താ? പൈ ചാർട്ട് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, അതായത് വൃത്ത ചിത്രമാണ് അല്ലേ. ഈ ചിത്രത്തിൽ നിന്നും ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ചിലവ് എന്ന് മാത്രമല്ല, അത് മൊത്തം ചിലവിൻ്റെ ഏതാണ്ട് 1/3 ഭാഗമാണെന്ന് കാണുമല്ലോ. അതുപോലെ ആരോഗ്യ ആവശ്യങ്ങൾക്കായി ചിലവിട്ടത് 4/1 ഭാഗമാണെന്നും കാണാം. ഇത്തരം ചിത്രത്തിനെയാണ് വൃത്തചിത്രം അല്ലെങ്കിൽ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറൻ നാടുകളിൽ ഒരു പലഹാരത്തിൻ്റെ പേരാവും നിങ്ങളെ ഈ പൈ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പൈ എന്ന് പറയുന്ന മലയാളത്തിൽ അർത്ഥം എന്താ? പശു എന്നാണ് അർത്ഥം അല്ലേ നമ്മുടെ മലയാളത്തിൽ. പക്ഷെ പടിഞ്ഞാറോട്ടൊക്കെ പോകുമ്പം ഒരു ഫുഡിൻ്റെ പേരാണ് കേട്ടോ. ഒരു നാടൻ ഫുഡിൻ്റെ പേരാണ് എന്താ പൈ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫുഡിൽ നിന്നിൻ്റെ പേരാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ പൈ ചാർട്ടിനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിസ്സ, പിന്നെ കിണ്ണനപ്പം ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാമോ നിങ്ങളെ? കേക്ക്, ഇതൊക്കെ വട്ടത്തിലിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? ഇതൊരു വട്ടത്തിലിരിക്കുന്നതല്ലേ. വട്ടത്തിലിരിക്കുകയെന്ന് വെച്ചാൽ ഒരു സർക്കിളല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൻ്റെ ഒരു എളുപ്പവഴി ഞാൻ പറയാം. പൈ ചാർട്ടിൻ്റെ സർക്കിളാണ് അല്ലേ. സർക്കിളിൻ്റെ മെഷർ എപ്പോഴും 360 ഡിഗ്രിയാണ്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ, അത് നല്ലപോലെ പഠിച്ചിരിക്കണം. ഒരു സർക്കിളിൻ്റെ മെഷർ എപ്പോഴും എത്ര? 360 ആണ് കേട്ടോ. 360 ഡിഗ്രിയാണ്. മാത്സിനകത്തിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ട്രയാങ്കിളിൻ്റെയോ ക്വാഡ്രിലേറ്ററോ അങ്ങനെ പോയില്ലേ? അതൊക്കെ പോട്ടെ. 360 ഡിഗ്രിയാണ് സർക്കിൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ വെച്ച് നമുക്കിനിയും പഠിക്കാം. നമ്മൾ ഇത് ബാർ ഗ്രാഫിൻ്റെ എക്സും വൈയുടെയും നല്ലതുപോലെ അറിയണേ കേട്ടോ. അതെ, പൈ ചാർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങളെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. പൈ ചാർട്ട് എന്ന് വെച്ചാൽ വൃത്തചിത്രം. നമ്മുടെ ചോദ്യം നോക്കിയേ. ഫുഡ് 35, ഹെൽത്ത് 25, എഡ്യൂക്കേഷൻ 20, മറ്റ് ചിലവുകൾ 15, സേവിങ്സ്. ഞാൻ ഈ പറഞ്ഞ ചിലത് ഇംഗ്ലീഷ് ആയിരിക്കാം, ചിലത് മലയാളമായിരിക്കാം. രണ്ടായാലും ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ അത് നോക്കണേ കേട്ടോ. ഇനി ഞാൻ മലയാളം പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറയല്ലേ. കാരണം രണ്ടും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. നോക്കൂ നിങ്ങളെ. അപ്പം എത്രയൊക്കെയാണ് നിങ്ങളെ? ഫുഡ് 35, ഹെൽത്ത് 25, എഡ്യൂക്കേഷൻ 20, മറ്റ് അപ്പോൾ എൻ്റെ എല്ലാം ഇത് എത്ര പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പൈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പൈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താവും നിങ്ങളെ? പൈ ചാർട്ടിൻ്റെ പ്രത്യേകത 360 ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? അതൊരു സർക്കിളാണ്. എന്താ നിങ്ങളെ? അതൊരു സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോദ്യം എന്താ നിങ്ങളെ? നമ്മുടെ ഫുഡ് അല്ലേ, ഭക്ഷണം എത്ര? 35 ഡിഗ്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? 35 ഡിഗ്രിയാണ്. ഡിഗ്രി എന്നാണ് എപ്പോഴും വരുന്നത്. സോറി നിങ്ങളെ, പെർസെൻറ്റേജ് ആണ്. 35% ആണ് എന്ത് പറയുന്നത്? ഫുഡ് അല്ലെ, ഭക്ഷണം പറയുന്നത്. ഓക്കെ ആണോ? 35%. 35% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു 35%ൻ്റെ അർത്ഥം 35/100 എന്നാണ്. 35/100 എന്നാണ്. അപ്പോൾ ആ 35/100 ഇൻറ്റു നമ്മൾ പറഞ്ഞു പൈ ചാർട്ട് എന്ന് കേൾക്കുമ്പോൾ 360 ഇട്ട് ചെയ്യണം. നോക്കാം. 35. ഇതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നോക്കണേ കുഞ്ഞുങ്ങളെ. മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. മുകളിലും താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി എന്ത് വന്നു? 35 ഇൻറ്റു 36/10. ഞാനിത് ഞാൻ 2 കണക്കേ പഠിപ്പിച്ചുള്ളൂ. അത് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളെ. നോക്കിക്കേ, ഇനി വെട്ടി ചെയ്യാൻ നിങ്ങൾ ഈ 35 ഇൻറ്റു 36 ഇട്ട് ചെയ്തിട്ട് പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അത്രയും റിസ്ക് എടുക്കണ്ട. വെട്ടി ചെയ്യാനുണ്ടെങ്കിൽ വെട്ടി കളഞ്ഞിട്ട് ബാക്കി ഇട്ട് ചെയ്താൽ മതി. നോക്കിക്കേ, 35ഉം 10ഉം മുകളിലും താഴെയും കിടക്കും. മുകളിലും താഴെയും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വെട്ടാവുന്നതിൻ്റെ മാക്സിമം അങ്ങ് വിട്ടേക്കണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, 35ഉം 10ഉം 5ൻ്റെ ടേബിളിൽ വരത്തില്ലേ കുഞ്ഞുങ്ങളെ? ഇതിന് സംശയമില്ലല്ലോ. മുകളിലും താഴെയും 0 വന്നു, അത് വെട്ടിപ്പോയി. ഇനി വെട്ടാനുള്ള ഇവർ ഇത്രയായിരുന്നു അല്ലേ.
അപ്പോൾ എന്താ 35 ഇൻറ്റു 36/10 കേട്ടോ. അപ്പോൾ 35ഉം 10ഉം 5ൻ്റെ ടേബിളിൽ വരും കേട്ടോ. എത്ര? 7 5 35 2 5 10. അപ്പോൾ ഇനി ആരൊക്കെയുണ്ട്? 7 ഇൻറ്റു 36/2 കേട്ടോ. ഇത്രയും നിങ്ങളായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്കൂടെ ചെയ്തു വെച്ചായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവുണ്ടാവും നിങ്ങളെ. അടുത്ത് നോക്കിയാൽ 7 ഇൻറ്റു 36/2 വെട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നോക്കിയാൽ 2 36 മുകളിലും താഴെ കിടപ്പുണ്ട്. നമുക്ക് 2ൻ്റെ ടേബിൾ വെച്ച് ചെയ്യാം. 2ൻ്റെ ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പകുതി എടുക്കുക കേട്ടോ. 2 എന്താ? 1 2 2 36ൻ്റെ പകുതി എത്ര നിങ്ങളെ? 18 അല്ലേ? 2 അല്ലേ? 18. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനി എന്തോ ഉണ്ട്? ഇനി എത്ര ഉണ്ടോ നിങ്ങളെ? ഒരു 7 ഇൻറ്റു 18 ഉള്ളൂ. ബാക്കി മൊത്തത്തിനെ നമ്മൾ ഇവിടുന്ന് വെട്ടി അവസാനം 7 ഇൻറ്റു 18 എത്ര? 18 ഇൻറ്റു 7 7 8 56 ശിഷ്ടം 5 1 7 8 9 10 11 12 126 ആവും നിങ്ങളെ ഇവിടെ കിട്ടിയത്. ഇപ്പോൾ പിടി കിട്ടിയോ? 126 നമുക്ക് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് കിട്ടിയത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഒത്തിരി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ ചെയ്യാൻ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് എളുപ്പമാവും നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് ഉണ്ടോ എന്ന് തോന്നുന്നത് കേട്ടോ. അടുത്ത് നോക്കി ഹെൽത്തിനും അതുപോലെ എത്ര നിങ്ങൾ? 25% ഹെൽത്ത് പറഞ്ഞത്. ശതമാനം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 360 അല്ലേ? 0 വെട്ടാവല്ലോ, മുകളിലും താഴെയും 0 വന്നാൽ വെട്ടിക്കളയാം. പിന്നെ ആരുണ്ട്? 25 ഇൻറ്റു 36/10 അല്ലേ? വെട്ടാവല്ലോ. ഏതാ? 5ൻ്റെ ടേബിളിൽ മുകളിലും താഴെയും 2 5 10 5 5 25 അല്ലേ? അപ്പോൾ എത്ര? 5 ഇൻറ്റു 36/2 2 36 വെട്ടാവല്ലോ. എത്ര? 1 2 2 എത്ര? 18 2 36 അല്ലേ? അപ്പോൾ അടുത്തെത്താ? ഓക്കെ, അടുത്ത ഇനി നോക്കൂ നിങ്ങൾ. ഇനി ഇവിടെ വെട്ടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഫുള്ള്. ഇനി ഇതാ 5 ഇൻറ്റു 18 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം വെട്ടി. നല്ലപോലെ ആലോചിച്ച് കയറി വെട്ടണേ അല്ലേ? ടീച്ചർ ഒറ്റ വെട്ടിന് തീരാവുന്ന കാര്യമുള്ളേ കേട്ടോ. ആലോചിച്ച് വെട്ടണേ അല്ലേ? നിങ്ങൾ വെട്ടി അവസാനം ടീച്ചർക്ക് വെട്ടാനുള്ള ഇട വരുത്തരുത്. മുകളിലും താഴെ മാത്രമേ കയറി വെട്ടാവൂ. ചാടി കയറി വെട്ടാനുണ്ടെന്നും പറഞ്ഞ് അങ്ങ് വെട്ടിക്കളയല്ലേ. ഈ കണക്കിൻ്റെ പ്രത്യേകത വെട്ടി വിടാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, 15 ഇൻറ്റു 8 അല്ല 18 ഇൻറ്റു 5 5 8 40 ശിഷ്ടം 4 5 40 90 ആവും നിങ്ങളെ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തത് അതായത് ഹെൽത്തിന് 90. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് 90 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ 360, അതായത് ഒരു സർക്കിളിൻ്റെ മെഷർ 360 മനസ്സിലായോ? ആ 360 നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് പെർസെൻറ്റേജ്, അതായത് ഈ പാഠത്തിൽ ഈ ഒരൊറ്റ കണക്കേ ഉള്ളെന്ന് തോന്നുന്നു നിങ്ങളെ, പെർസെൻറ്റേജ് അല്ലെ ശതമാനത്തിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. ഏതാ? പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു 360. അതെല്ലാം അങ്ങനെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കിയേ, എഡ്യൂക്കേഷൻ്റെ നോക്കൂ കുഞ്ഞുങ്ങളെ, മുകളിലും താഴെയും 0, ഈ 0 വെട്ടി അല്ലേ? ഈ 0 വെട്ടി. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? 36 ഇൻറ്റു 2 ഉള്ളൂ അല്ലേ? ബാക്കി മൊത്തം വെട്ടിപ്പോയി. മനസ്സിലായോ? അതായത് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പേടിക്കേണ്ട ഏതൊക്കെയായിട്ട് വെട്ടുന്നതെന്ന് കേട്ടോ. 20/100 ഇൻറ്റു 360. താഴെ മുകളിലും 0 വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ബാക്കി ആരുണ്ട് ഇനി വെട്ടാൻ? നിങ്ങൾക്കൊരു ചോദ്യം വരുന്നില്ല, ഈ 1 എന്താ ചെയ്യാത്തതെന്നൊരു സംശയം വരുന്നുണ്ടോ നിങ്ങളെ? ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതുകൊണ്ട് അത് വിട്ടേരെ. അപ്പം നോക്കിയാൽ 2 ഇൻറ്റു 36 72. അപ്പം മൂന്നാമത്തെ എഡ്യൂക്കേഷൻ്റെ എത്ര കിട്ടി? 72 കിട്ടി. ഇനി അടുത്ത ഏതാ? 15 ഏതാ നിങ്ങളെ? അതേ അല്ലേ? മറ്റു ചിലവുകൾ 15/100 ഇൻറ്റു 360. 0 ഉണ്ടോ? വെട്ടാനുണ്ട്. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ഇനി എന്താ? 10ലും എന്താ ഇത് രണ്ടും 10ഉം 15ഉം അല്ലേ? 3 5 15 2 5 10. ഇനി 2ഉം 36 വെട്ടാം അല്ലേ? 18. അപ്പോൾ 18 ഇൻറ്റു 3 54. അപ്പോൾ അതും കിട്ടി കണ്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സേവിങ്സ് 5. അപ്പോൾ എന്താ? ഈ 0വും പോയി അല്ലേ? പിന്നെ ഇനി ഏതാ? 5ഉം 10ഉം പോയി. 5 5 2 5 10. അപ്പം 36 ഡിവൈഡ് 2 18. അതും കിട്ടി കുഞ്ഞുങ്ങളെ. മനസ്സിലായോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എല്ലാം കൂടെ ഒന്നാമത്തെ എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയത്? ഒന്നാമത്തെ 126, രണ്ടാമത്തെ 90, മൂന്നാമത്തെ 72, നാലാമത്തെ 54, അഞ്ചാമത്തെ 18. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും നോക്കൂ നിങ്ങളെ? 6 4 10, 10 10 20.
ശിഷ്ടം 2. 5 1 6, 6 2 8, 8 7 15, 15 9, 24, 24 2 26, ശിഷ്ടം 2, 2 1 3. നോക്കിക്കേ 360 കിട്ടിയില്ലേ? എങ്ങനെയായി 360? നമ്മുടെ ഒരു സർക്കിളിൻ്റെ മെഷർ എപ്പോഴും എത്ര? 360 കേട്ടോ. നമ്മൾ ഈ ചെയ്തേക്കുന്ന പെർസെൻറ്റേജിൻ്റെ എല്ലാം ചെയ്തപ്പോഴും മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? പെർസെൻറ്റേജിൻ്റെ എല്ലാം കൂടെ ചെയ്യാൻ അറിയത്തില്ലേ? നിങ്ങൾക്ക് അറിയാമെന്നുള്ള വിശ്വാസമാണ്. കാരണം തന്നിരിക്കുന്ന ഇങ്ങനെ തന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത് കേട്ടോ. എന്താ 35/100 ഇൻറ്റു 300 തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ /100 ഇൻറ്റു 100 വെച്ച് ചെയ്തപ്പോൾ അങ്ങനെ ആ 5 എണ്ണത്തിൻ്റെയും കിട്ടിയ ആൻസറുകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 360 തന്നെയാണ് കിട്ടുന്നത്. അതല്ല അത് മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്കിൽ എവിടെയോ തെറ്റ് വന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചെയ്ത് കിട്ടിയത് വെച്ച് നമുക്ക് ചെയ്യണം. എന്താ ഇങ്ങനെ ഇത്ര മാത്രം എഴുതിയ ആൻസർ കിട്ടത്തില്ല. ഇപ്പം നമുക്ക് ഓരോന്നിൻ്റെയും അളവ് കിട്ടി കുഞ്ഞുങ്ങളെ. ഇനി നിങ്ങളുടെ ജോലി എന്താണെന്നറിയോ? നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. നേരത്തെ ഞാൻ ഒരെണ്ണം വരച്ചിട്ടതാണ് കേട്ടോ. ഒരു സർക്കിള് വരച്ചിടുക, ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ വരയെല്ലാം അങ്ങ് മറന്നേക്കണേ കുഞ്ഞുങ്ങളെ. കാരണം ഞാൻ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ മണ്ടയ്ക്കൂടെ കാണിക്കുക. ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൻ്റെ ദാണ്ടെ ഇങ്ങനെ നേരെ ഈ പൊട്രാക്ടർ വെച്ചിട്ട് കേട്ടോ, പൊട്രാക്ടർ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യണോ നിങ്ങളെ? ഓക്കെ. പൊട്രാക്ടറിൻ്റെ ദാണ്ട് ഈ സൈഡ് വെച്ചിട്ടേ ദാണ്ട് ഇങ്ങോട്ട് ഒരു വരയും കൊടുക്കുക. ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങോട്ട് മാത്രം എന്താ കൊടുത്തേ? വേറെ ഇങ്ങനെ വെച്ചോ ഒക്കെ കൊടുത്തുവിടായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ഒരെണ്ണം വരച്ചോ കേട്ടോ. റേഡിയസ് ആണ്. സെൻറ്ററിൽ നിന്നും പോകുന്നതിനെ റേഡിയസ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കത് പഠിക്കാറില്ല, ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സെൻറ്ററിൽ നിന്നും ഇങ്ങനെ പോകുന്നതിന് റേഡിയസാണ്. ഇവിടെ നമ്മൾ ചുമ്മാതൊരു വര വരയ്ക്കുക. എന്തിനാണെന്നറിയോ? നമ്മുടെ പൊട്രാക്ടർ വെക്കാനൊരു സ്ഥലം. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇനി ഇവിടെ ഇതിനകത്ത് 3-4 വര കിടക്കുന്നതുകൊണ്ടാണ് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ഇനി ഞാൻ റഫായിട്ട് വേണ്ട ഒരെണ്ണം വരയ്ക്കായിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ അത്രയും സമയം പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ഒരു പൊട്രാക്ടറിൻ്റെ സൈഡ് വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരെണ്ണം വരയ്ക്കുക. എന്നിട്ട് എന്താവും നിങ്ങൾ ഏതാണ്ട് ഈ പൊട്രാക്ടർ വെച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഓരോ അളവുകളും ഉണ്ടല്ലോ. ഫസ്റ്റ് ഏതായിരുന്നു? ഫുഡ് അല്ലേ? ഫുഡിന് എത്ര എന്ത് കിട്ടിയത്? എത്ര കുഞ്ഞുങ്ങളെ? ഫുഡിന് 126. നമുക്കിപ്പോൾ കിട്ടിയ ഫുഡിന് 126. ദാണ്ട കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് പൊട്രാക്ടർ ദാണ്ട സൂര്യന്, നിങ്ങൾക്ക് പൊട്രാക്ടർ വെക്കാനൊക്കെ അറിയാമോ നിങ്ങളെ? ദാണ്ട് ഈ സീറോയുടെ ഈ താഴത്തെ ഈ വരയല്ല കേട്ടോ. ദാണ്ട് ഈ സീറോ ഉണ്ടല്ലോ, ആ സീറോയിലാണ് വര. ഇത് പൊട്രാക്ടർ പിടിക്കാൻ അറിയാൻ വയ്യാത്തൊരു കേട്ടോണേ നിങ്ങളെ. സീറോയിലാണ് ഈ വര കണ്ടോ, സീറോയിലാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് എത്ര കിട്ടിയത്? 126. അതായത് 125നും 30നും ഇടയ്ക്ക് പൊട്രാക്ടറി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 120നും 30നും അടിയിലത്തെ ദാണ്ട് ഈ താഴത്തെ ലൈനാണ് എടുക്കേണ്ടത് കേട്ടോ. മുകളിലത്തെ നിങ്ങൾ എടുക്കണ്ട. താഴെ കൂടെ ദാണ്ട് ഈ പോയേക്കുന്നതിൽ 120 എത്രയായിരുന്നു? 6 എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? അതായത് നമുക്കിപ്പോൾ കിട്ടിയ കുറേ അളവുകളില്ലയോ, അത് വെച്ചിട്ട് നമ്മളൊരു പൈ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ റഫായിട്ട് ആദ്യം ഒരെണ്ണം വരയ്ക്കുക. പിന്നെ നമുക്ക് ഒന്നാമത്തെ ആൾ ഫുഡാണ്. അവിടെ ഫുഡിൻ്റെ എത്ര കിട്ടി? നമുക്ക് 126 കിട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ട് 126 ദാണ്ട് ഈ താഴത്തെ എടുക്കണം കേട്ടോ. 120നും 30നും ഇടയ്ക്ക് ഒരു വലിയ വരയുണ്ട്, അതാണ് 135. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞു വരയാണ് 126. ഞാനത് മുമ്പേ ഒന്ന് വരച്ചിട്ടാവും നിങ്ങൾ കേട്ടോ. 126 അത് നേരെ അങ്ങ് വരയ്ക്കുക കണ്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ എത്ര കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഇവിടുന്ന് ഇവിടെ വരെ 126 ഡിഗ്രിയാണ്. അപ്പം പിടി കിട്ടിയോ? ഇനി അടുത്ത ഏതാ? ഹെൽത്തിനൊരു 90. അതെവിടെ വെക്കും? പൊട്രാക്ടർ എവിടെ വെക്കുന്നത് അറിയാം? ആ സീറോയിൽ തന്നെ സൂര്യൻ്റെ ഇതുണ്ടല്ലോ, അത് ഈ ഇതിൽ തന്നെ വെച്ചിട്ട്. സൂര്യൻ എല്ലാവർക്കും സൂര്യൻ ഉണ്ടോ നിങ്ങൾ? ഏതോ ചിലർക്ക് ചന്ദ്രനാണോ? മേടിച്ചപ്പോൾ പൊട്രാക്ടർ സൂര്യനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചന്ദ്രനും ഇല്ലയോ സ്റ്റാറും ഒക്കെ ആയി കാണും. നോക്കിയേ സൂര്യൻ്റെ ചെറിയ കുത്തേ വെച്ചിട്ട് സീറോയിൽ തന്നെ ആ വര വെച്ചേക്കണം. സീറോ കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? ഈ സീറോയിലാണ് കണ്ടോ ആ സീറോയിൽ വെച്ചിട്ട് രണ്ടാമത്തെ ഹെൽത്ത് 90. ഇതിനകത്തിലെ 90 താഴത്തെയാണ് എടുക്കേണ്ടത് കേട്ടോ. താഴത്തെ 90ന് നേരെ വെക്കുക. ഇവിടെ 90ന് നേരെ വെക്കണം കേട്ടോ. 90 ആ 90 നിങ്ങളുടെ കോമ്പസിൽ കിട്ടുന്നുണ്ടോ ഇല്ല? ഞാൻ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾക്കത് കിട്ടണമെന്നില്ല. കറക്റ്റായ മെഷർ വെച്ചിട്ട് വേണം 90 ഡിഗ്രി കണ്ടോ 90.
ഇനി അടുത്ത ആരാ? എഡ്യൂക്കേഷൻ ഒരു 72. അതെന്താ? ആ 90 വെച്ചിട്ട് എഡ്യൂക്കേഷൻ ഇത് 90. ഇനി വീണ്ടും ഇത് വെച്ചിട്ട് വെക്കേണ്ട എവിടെയാണെന്ന് ഞാനിപ്പോൾ ഒത്തിരിയും വട്ടം പറഞ്ഞ ആ 0-യിലാണ് വെക്കേണ്ടത്. 0-യിൽ നേരെ കേട്ടോ. അതിൻ്റെ ഈ നടുക്കൽ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്ററിൽ വേണം ആ സൂര്യൻ്റെ ഇതിരിക്കാൻ. 70 എത്ര കുഞ്ഞുങ്ങളെ? 72 അല്ലേ? എഡ്യൂക്കേഷൻ 72. ഈ കുഞ്ഞു വരെയൊക്കെ 1, 2 ഒക്കെ എണ്ണിക്കോണം കേട്ടോ. 72 കണ്ടോ? ഓക്കെ. ഇനി അടുത്ത എത്ര? അതേഴ്സ് ബാക്കി ചിലവുകൾ ഒരു 54. ബാക്കിയുള്ള ചിലവുകളെല്ലാം കൂടി 54 വരുന്നുണ്ട്. 50-നും 60-നും ഇടയ്ക്ക് വലിയ വര 55ആണ്. അതിൻ്റെ അപ്പുറത്താണ് 4 വരുന്നത്, 54 കണ്ടോ? ഇനി ബാക്കി എത്ര വരുന്നുണ്ടോ എന്ന് നോക്കണേ. ബാക്കി വരുന്നത് എത്ര ആയിരിക്കും? 18 കണ്ടോ? 10-നും എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ? 18 അല്ലേ? അതിൻ്റെ 10-നും 20-നും ഇടയ്ക്ക് ഉണ്ടോ 15. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ കണ്ടില്ലായിരുന്നോ മുമ്പിലത്തെ? ഏതാണ്ട് കണ്ടോ? ആ സൂര്യൻ്റെ അവിടെ തന്നെ വെക്കുക. ഞാൻ ഈ ബുക്കിൽ നോക്കിയിരുന്നുകൊണ്ട് ഞാൻ ഫോണിലോട്ട് നോക്കിയില്ല കുഞ്ഞുങ്ങളെ. കിട്ടുന്നുണ്ടായിരുന്നേ. കണ്ടേ 18 കണ്ടോ? ബാക്കി വരുന്ന 18. അതായത് നമുക്ക് കറക്റ്റായിട്ട് മുമ്പ് 360 തന്നെ കിട്ടിയില്ലയോ? അതുകൊണ്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഓരോന്നും എത്രയ്ക്കാണ്? ഫസ്റ്റ് 126, രണ്ടാമത്തെ 90, മൂന്നാമത്തത് 72, നാലാമത്തെ 54. എല്ലാം ഡിഗ്രിയാണ്. ഇത് 18 ഡിഗ്രി കണ്ടോ? ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്കൊരു പൈ ചാർട്ട് കിട്ടി കണ്ടോ? പൈ ചാർട്ട് ഇതാണ്. പൈ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി അറിയത്തില്ലെന്ന് പറയല്ലേ കേട്ടോ. അതായത് ആദ്യമേ റഫായിട്ടൊരു വര വരയ്ക്കുക, എന്നിട്ട് പൊട്രാക്ടർ വെച്ചിട്ട് 126 ഡിഗ്രി എടുക്കുക. എന്നിട്ട് പൊട്രാക്ടർ എടുത്തിട്ട് ഈ വര വേണം അടുത്ത വെക്കാൻ കേട്ടോ. അതിൽ വെച്ചിട്ട് വീണ്ടും 90 എടുക്കുക, വീണ്ടും ഇതിൽ വെച്ചിട്ട് വീണ്ടും 72 എടുക്കുക, 54 എടുക്കുക. ബാക്കി വരുന്നത് 18 ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ ചെയ്തതനുസരിച്ച്. ഇനി അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ എടുത്ത മെഷറിൽ എന്തെങ്കിലും പാളിച്ചയായിരിക്കും കേട്ടോ. അഥവാ വന്നില്ലെങ്കിൽ എന്താ വരാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതാവും ഞങ്ങളെ നമ്മുടെ പൈ ചാർട്ട് എന്ന് പറയുന്ന സാധനം ഇതാണ്. അപ്പോൾ നമ്മൾ ബാർ ഗ്രാഫ് എന്താണ്, പൈ ചാർട്ട് എന്താണെന്ന് പഠിച്ചു. നിങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് ബാക്കി ഇടാം. ഇനിയും കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ കുറേ എഴുതി വെച്ചായിരുന്നു നിങ്ങൾ. അപ്പോൾ സമയം ഇപ്പോൾ തന്നെ 28 മിനിറ്റ് ആയി. മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് ബാക്കി എടുക്കാം. ഇല്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ. രണ്ടായാലും കമൻറ്റ് ബോക്സിൽ പറയണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.